യേശുവേ അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടൻ ഉള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടൻ ഉള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഹല്ലേലൂയ. അതേ പാട്ടുകാരൻ പാടി പോലെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ദിവ്യ സമ്പത്ത്. അന്നുള്ള ആഹാരം നൽകുന്ന കർത്താവ്, നമ്മൾ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ഈ സമയം വരെ, നിമിഷം വരെ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അനുഭവിക്കാം. കർത്താവ് നമ്മോട് കാണിച്ച കരുണയോർത്ത്, ദയോർത്ത്, വിശ്വസ്യോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ വരും സംസാരിപ്പാൻ കർത്തദാസൻ സനോഷ് പാസ് നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. കർത്തദാസൻ കർത്താവ് ബലപ്പെടുത്തുവാൻ, കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുക. കർത്തദാസിക്കായി സ്തോത്രം ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കർത്താവ് അനുഗ്രഹിക്കാൻ, ഭാവി കർത്താവ് അനുഗ്രഹിക്കാൻ. പ്രത്യേകമായി കർത്തദാസി ചില കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്ന, ട്യൂഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ ശുശ്രൂഷകൾ വലിയ അനുഗ്രഹമായി തീരുവാൻ, രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ അറിയാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ യേശുവിനെ ദിവസങ്ങളിൽ പൂർണ്ണമായി അറിയുവാൻ, കുടുംബങ്ങളായി കർത്താവിനെ അറിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിലായിത്തീരുവാൻ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സഭയ്ക്കായി പ്രാർത്ഥിക്കാം, പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് കൈകൾ സമർപ്പിക്കാം. കൂട്ടായ്മകൾക്കായി പ്രത്യേകമായി നമ്മുടെ വ്യാഴാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യാം, ഞായറാഴ്ച കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇതൊന്നും മുടങ്ങാതെ ഈ മാസം നടത്തപ്പെടുവാൻ, സ്വന്തം വലിയ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുവാൻ, സ്തോത്രം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അതേ പ്രവൃത്തിയെ ഓർത്ത് ദൈവസ്ഥിതി നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ കൂട്ടായ്മ ദൈവസ്ഥിതി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താദാസൻ സ്വതം ജോസ് പാസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ഞാനൊരു വലിയ യാത്രയിലാണ്, 2 മിനിറ്റ് കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എന്നാൽ അവസാനം പ്രാർത്ഥിച്ചോ. അവസാനം ബിനുമോൻ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ബിനുമോൻ പാസ്റ്റർ ഇല്ല. ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ഓക്കെ. ജോസ് പാസ്റ്റർ ഉണ്ടോ? പ്രാർത്ഥിക്കോ? ഓക്കെ. കർത്താവിനെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഈ രാത്രിയിലും പ്ലസ് മീഡിയയായി കൂടി വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ രാത്രിയിലെ കൂടിയൊരുവിൻ്റെ അനുഗ്രഹത്തിനായി ഇടങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞായറാഴ്ചയുടെ പകൽ വിശുദ്ധ സഭായുഗമായി കർത്താവിടങ്ങൾക്ക് പലയിടങ്ങൾ കൂടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് രാത്രി കാലം പ്രത്യാളി മീറ്റിംഗിൽ കർത്താവിടങ്ങൾക്ക് സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. നേടിയ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാകുവാൻ ദൈവം സഹായിക്കണം. നല്ല ആലോചന കർത്താവ് ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. കർത്താവെ, മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവോടൊന്ന് കൂട്ടിവരുത്തുമാറാകണം. നാഥ, ഇതിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വം പുകഴ്ചെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയും യാചന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസന് കർത്താവ് ധാരാളമായി കുടുംബമായും ശുശ്രൂഷപരമായും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യട്ടെ. സ്തോത്രം. കടന്നു വന്ന ദേവദാസന്മാർക്ക് വീണ്ടും ഒരു തവണയും കൂടി യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. ബ്ലസ് മീഡിയയുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ കർത്താവ് എത്രത്തോളം സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നത്തെ സ്വതം സൃഷ്ടിക്ക് വേണ്ടി സ്വതന്ത്രം കർത്തദാസൻ സനോഷ് പാസ്റ്ററായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വതം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് തന്നെ ബലപ്പെടുത്തിയില്ല. കുടുംബമായി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ സ്തോത്രം അത് ബലത്തോടെ ചെയ്യാൻ കർത്താവ് സഹായിച്ചനായ സ്തോത്രം. വീണ്ടും അത് തൻ്റെ സഭയും അതുപോലെ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും താൻ മുഖാന്തരം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടെ നിന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദേവദാസന്മാരും ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചൊരിയട്ടെ. കർത്താവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താദാസനെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായി പാതിയെ ഒരിക്കൽ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലീഡ് ചെയ്യുന്ന രാകേഷ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാകേഷ് പാസ്റ്റർ നമുക്ക് വലിയ ആശ്വാസമാണ്. എപ്പോഴും ബഹുമാന ദേവദാസൻ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യും. പലപ്പോഴും ചില സന്ദർഭങ്ങൾ നമ്മളെല്ലാം ബിസി ആയിരിക്കുമ്പോഴും ദേവദാസൻ തന്നെ ലീഡ് ചെയ്യുന്ന അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് പ്രിയ ജോസ് പാസ്റ്ററെ ഓർത്ത് സ്തുതിക്കുന്നത്. ധാരാളം തിരക്കുകളുടെ മധ്യ ദേവദാസനായിരിക്കുന്നു. നമ്മുടെ എല്ലാ ദേവദാസന്മാരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ആരാധന സഭകളിൽ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയും അതിനുശേഷം അല്പസമയം ഈ ഗ്രൂപ്പിൽ നമുക്ക് നിലവഴിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ശാരീരികമാകുന്ന അല്പ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായെങ്കിലും കർത്താവ് ബലപ്പെടുത്തുന്നു. നമ്മുടെ രാജൻ ഭാഷ അവര് വൈക്കത്തേക്ക് കടന്നുപോയി പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ദേവദാസിനെ ഓർക്കാം. അതുകൊണ്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 57-ാം വാക്യത്തിൽ അരിമത്തിക്കാരനായ യോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രധാന കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം നമ്മൾ കർത്തൃമേശ സന്ദർഭത്തിലൊക്കെ കർത്താവിന്റെ ക്രൂശീകരണത്തെ, കർത്താവിന്റെ പീഡാസഹനത്തെ, പീഡാനുഭവത്തെയൊക്കെ ഈ തിരുവചനം വായിച്ച സന്ദർഭത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താറുള്ള ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24 മുതലുള്ള മുതലുള്ള വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ച കുറുവാക്കത്തിൽ ഇങ്ങനെയാണ്: സന്ധ്യയായപ്പോൾ അരിമത്തിക്കാരനായ യോസഫ് എന്ന ധനവാൻ. യോസഫിനെ കുറിച്ച് ഓരോരുത്തർക്കും സുവിശേഷങ്ങളിൽ അവർ പ്രത്യേകമായിട്ട് യോസഫ് എന്ന വ്യക്തിയെ കുറിച്ച് വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മത്തായി പറയുന്നത് സന്ധ്യയായപ്പോൾ അരിമത്തിക്കാരനായ യോസഫ് എന്ന ധനവാൻ എന്നാണ്. താനും യേശുവിന്റെ ശിഷ്യനായിരിക്കുകയാണ് വന്ന് നമുക്ക് കാണാൻ കഴിയും. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണങ്ങൾ കിട്ടും. പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് 30 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. തിരുശരീരം ക്രൂശിൽ കിടക്കുകയാണ്. സാധാരണഗതിയിൽ റോമൻ നിയമം അനുസരിച്ച് ശിക്ഷയ്ക്ക് വിധേയരായി ക്രൂശ് മരണം കൈവരിച്ചവരുടെ ശരീരം ആരും തിരിഞ്ഞു നോക്കത്തില്ല. അത് കഴുകന്മാർക്ക് തീറ്റയായി മാറും. അതല്ലെങ്കിൽ ആ ക്രൂശിൽ കിടക്കുന്ന ഭൗതിക ശരീരം അത്
ജീർണിച്ച് ചീഞ്ഞ് ആ കുരിശിന്റെ ചുവട്ടിൽ അറ്റു വീഴുവാനിടയായി. എന്നാൽ ലോകത്തിന്റെ വീക്ഷണത്തിൽ ഒരുപക്ഷെ എല്ലാവരും ചിന്തിച്ച് കാണും, സന്ധ്യയായി, സമയം സന്ധ്യയായി, പിറ്റേ ദിവസം ശബത്താണ്, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ശബത്താണ്, പിന്നെ കാര്യാദികളൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. യേശു ക്രൂശിൽ തന്റെ പ്രാണനെ വിട്ടു. സമയങ്ങൾ ചിലത് കഴിഞ്ഞു. ഈ യേശുവിന്റെ ശരീരം വാങ്ങാൻ ആരും മുമ്പോട്ട് വരുന്നില്ല. ശവം കാത്തുകൊണ്ട് ശതാധിപന്മാരും കുറെ പടയാളികളും അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന്റെ ശരീരമല്ല ക്രൂശിൽ കിടക്കുന്നത്. യേശുവിന്റെ 3.5 വർഷ ശുശ്രൂഷ കാലയളവിൽ ധാരാളം ശിഷ്യന്മാർ യേശുവിന് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. മാത്രമല്ല ധാരാളം അനുഭാവികൾ യേശുവിനുണ്ടായിരുന്നു. എന്നാൽ അവിടെ എടുത്തു പറയേണ്ടത്, ശതാധിപനും അവരോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായ സംഭവിച്ചു കണ്ടിട്ട് അവൻ ദൈവത്തിനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. എല്ലാവരും വളരെ ഭയപ്പെട്ടു. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചുകൊണ്ടിരുന്ന അവരിൽ മഗ്ദലക്കാരത്തി മറിയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയും ശബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. ചില സ്ത്രീകൾ ആ മനുഷ്യനുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവരെത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു എന്ന് നമുക്ക്, കാരണം യേശുവിന്റെ ഓരം ചേർന്ന് നടന്ന, യേശുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാരൊക്കെ എവിടെ പോയി? യേശുവിന്റെ കൂടെ എന്തും മരണം കൈവരിക്കേണ്ടി വന്നാൽ പോലും അതിനെല്ലാം തയ്യാറായി യേശുവിന്റെ കൂടെ നടന്ന, എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്ന, യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാര്, ഒരുപക്ഷെ ശതാധിപന്മാർ, പടയാളികൾ വിചാരിച്ചിട്ടുണ്ടാകും, ഒരു മരണം സംഭവിച്ചാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ആദ്യം മുമ്പോട്ട് വരിക, ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം മുമ്പോട്ട് വരും. പക്ഷേ ശതാധിപന്മാരും പടയാളികളും ഒക്കെ ഒരുപക്ഷെ കാത്തിരിക്കുന്ന ശിഷ്യന്മാരാരെങ്കിലും രംഗത്തേക്ക് വരുമെന്ന് ഓർക്കത്തായിരിക്കും. എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റി. സമയം സന്ധ്യയാകാറായി. ആരും രംഗത്തേക്ക് വരുന്നില്ല. ഒരുപക്ഷെ ഈ ശരീരവും കഴുകന്മാർക്ക് ഒരാഹാരമായി തീരും. മനുഷ്യ ശരീരം ആദ്യം ഭക്ഷിക്കുന്ന കഴുകന്മാർക്ക് ഇതും ഒരാഹാരമായി തീരുമെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളെ നേരിട്ട് കണ്ടോ കേട്ടോ ഒക്കെ അനുഭവമുള്ള അവർക്കും അറിയാം. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. യഹൂദന്മാര് ഈ ശരീരം ഇറക്കാൻ വരില്ല. കാരണം ക്രൂശ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കാൻ, ക്രൂശ് എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം അത്ര നീചമാണ് ക്രൂശ് എന്ന് പറയുന്ന ആ കേൾവി പോലും യഹൂദന്റെ വെറുപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ നീചമായ മരണം കൈവരിക്കുന്ന യേശുവിന്റെ ഭൗതിക ശരീരം ഇറക്കി വെക്കാൻ ഇവരാരും വരാതിരിക്കുമ്പോൾ, ആരും രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ, പ്രതീക്ഷിക്കുന്ന പലരും രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ, ഇതാ സകലരുടെയും പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കുകയാൽ യേശുവിന്റെ ശരീരം ചോദിച്ച് പിലാത്തോസ് അത് ഏൽപ്പിച്ച് കൊടുക്കുവാൻ കൽപ്പിച്ച് യോസഫ് ശരീരം എടുത്ത്, നമുക്കറിയാം, പിലാത്തോസിന്റെ അരികിൽ പോയി അനുവാദം ചോദിച്ചുകൊണ്ട് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടപ്പെട്ട പലരും രംഗത്ത്
രംഗത്തേക്ക് വരാതിരുന്നപ്പോൾ, പാപികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ പിതാവായ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പ്രതീക്ഷിക്കുന്ന പലരും രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ അണിയറയിൽ നാം ആരും അറിയാതെ ഒരുവനെ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. നമ്മുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലും അവരൊക്കെ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത പലരെയും രംഗത്ത് കൊണ്ടുവന്നൊരു ദൈവവൈദ്യന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങായി ദൈവം ഒരുക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ നാം പോലും അറിയാതെ അണിയറയിൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് വരെ നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഏറിയ +2 വരെ. അത് കഴിഞ്ഞാൽ ഒരു ഭീമമായ തുക ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെലവഴിക്കേണ്ടിയിരിക്കുകയാണ്. പല സന്ദർഭത്തിലും നമ്മളെ പോലെയുള്ള ദൈവദാസന്മാരോട് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, അത്യാവശ്യം ഭൗതിക ചുറ്റുപാടും സാഹചര്യമുള്ള ആളുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ 10ാം +2 കഴിഞ്ഞ് 6-7 ലക്ഷം രൂപ കൊടുത്ത് ചുരുങ്ങിയ നഴ്സിംഗ് പോലും പഠിപ്പിക്കാൻ കഴിയുക അവർക്ക് തന്നെ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ 10, 500, 600, 1000 രൂപ ഗോത്രകാഴ്ച വാങ്ങുന്ന നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം നടത്തി കൊടുക്കും? എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? അവരോട് നമുക്ക് പറയാനുള്ളത്, ആമേൻ, നാം പ്രതീക്ഷിക്കുന്ന ആരുമില്ല, നാം പോലും അറിയാതെ നമ്മുടെ ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ ഏത് വിഷയമാകട്ടെ അതതിന്റെ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത പലരെയും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയിൽ നാം കണ്ടിട്ടിറങ്ങിയവരല്ല. ആമേൻ, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ പൈതലിന് ഈ ബാഹ്യമാകുന്ന കണ്ണുകൊണ്ട് കാണുന്ന ഒന്നുമല്ല. സ്തോത്രം. നമുക്ക് വേണ്ടുന്ന ഹല്ലേലൂയ, നമുക്ക് മുമ്പോട്ട് പോകുന്ന ആവശ്യങ്ങളെ ഒരുക്കുവാൻ ആരോരും അറിയാതെ ചിലരെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവമക്കളെ നാം ഒന്നിനെ ഓർത്ത് വാകുലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ സഭയ്ക്കുള്ളിൽ നിന്ന് കടന്നു വരാം. എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ കാര്യങ്ങളെ ക്രമീകരിക്കും? നമുക്കൊന്ന് വിശ്വസിക്കാം. നമുക്ക് മുൻപ് ഇന്നലെ യാത്ര ചെയ്ത 100 കണക്കിന് ദൈവദാസന്മാരുടെ അനുഭവം സ്തോത്രം നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവരുടെ മുമ്പോട്ടുള്ള യാത്രയിൽ സ്തോത്രം അതിനാവശ്യമായ എല്ലാ വഴികളും ദൈവം ഒരുക്കിക്കെടുത്ത 100 അനുഭവങ്ങൾ അവരിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ സെന്ററിൽ ഉണ്ടായിരുന്ന ദേവദാസന്റെ മകൾ BSc നഴ്സിംഗ് പഠിച്ചത് അവരാരും അറിയാതെ ആ കുഞ്ഞിനെ സ്പോൺസർ ചെയ്യാൻ ചില വ്യക്തികൾ രംഗത്തേക്ക് വന്നു. മറ്റൊരു ദേവദാസൻ ഇന്നലെ എന്നോട് പറഞ്ഞത് ആ കുഞ്ഞിനെ UK പഠിക്കാൻ പോണം. UK അദ്ദേഹം ഒരു സാധാരണ ദേവദാസനാണ്. UK വിസിറ്റിംഗ് വിസയ്ക്ക് അവിടെ എക്സാം ഉണ്ട്. 7 ലക്ഷം രൂപ അതിന് ചെലവഴിക്കാൻ, അതിന് 7 ലക്ഷം രൂപ വേണം ഈ 2 മാസത്തേക്ക്. എന്നോട് ഇന്നലെ പറഞ്ഞത് മാസയോഗം, ഞങ്ങളുടെ മാസയോഗമായിരുന്നു. എന്നോട് പറഞ്ഞ കാര്യം, ആ കുഞ്ഞിന് ഈ UK പോയി വരാനുള്ള 7 ലക്ഷം രൂപ ഇപ്പോൾ എന്റെ അക്കൗണ്ടിൽ വന്നു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തനാണ്. ശതാധിപന്മാരും പടയാളികളും ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവരാരും വന്നില്ല. പത്രോസ് യോഹന്നാൻ തമ്മിൽ പറഞ്ഞു കാണും, നമ്മളാരും ചെന്നില്ലെങ്കിൽ എന്തായിരിക്കും കർത്താവിന്റെ ആ ഭൗതിക ശരീരത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? വേറെ ആരും വരാനില്ല. നമ്മളല്ലാതെ വേറെ ആരും ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ വരാനില്ല. ഒരുപക്ഷെ
ഞാൻ അതിൻ്റെ ഒരു ഇമാജിനേഷൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു കാണും, കലി ഇളകി നിൽക്കുന്ന ആ പടയാളികൾ മുമ്പിലേക്ക് നമ്മളിപ്പോൾ അത് കയറി ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാനതിന് തയ്യാറാകില്ല എന്ന് പറഞ്ഞ് അവർ സ്വയമായിട്ട് അവർ ഒഴിവായിട്ടുണ്ടാകും. എന്നാൽ സ്തോത്രം, എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരാരും രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ ഇതാ ദൈവം രഹസ്യമായി ഒരുക്കി അരിമത്തേക്കാരനായ യോസഫ് ഇതാ നടന്നു നീങ്ങി വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല നമ്മുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം ഒരുക്കുന്നത്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം ഒരു സഭയിൽ ചെല്ലുമ്പോൾ ആദ്യമായി നമ്മളെ സ്വീകരിക്കുന്നവരായിരിക്കുന്നില്ല പിന്നീട് നമുക്ക് വേണ്ടി രംഗത്തേക്ക് വരുന്നത്. ആദ്യം നമ്മുടെ ശത്രുതാ മനോഭാവം കാണിക്കുന്നവരായിരിക്കാം പിന്നീട് നമുക്ക് വേണ്ടി. അത് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരല്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ യാത്രയിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കാൻ നല്ലത് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നവരെ കൊണ്ടുവന്നുമല്ല ദൈവം നമ്മെ പോറ്റി പുലർത്തുന്നത്. ആമേൻ. തന്റെ ഭക്തനായ ഏലിയാവ് കാക്കയുടെ വര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മറ്റെന്തെങ്കിലും രീതികളായിരിക്കാം, പക്ഷെ ദൈവം ഒരുക്കുന്ന വഴി മറ്റൊന്നായിരിക്കാം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമുക്കൊന്നിനും ഓർത്ത് വറിയിടാകണ്ട. വിളിച്ച ദൈവമാണ്, പിതാവായ ദൈവമാണ് തന്റെ ഓമനപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ ഇവിടെ 12 ശിഷ്യന്മാരില്ലെങ്കിലും അവൻ സമയമാകുമ്പോൾ യേശുവിന്റെ ശരീരം ഏറ്റുവാൻ വേറൊരുത്തിനെ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. യോസഫ് എന്ന് പറയുന്നത് യോസഫ് മന്ത്രിയാണ്. യോസഫിനെ പോലെയുള്ള ഒരാളല്ല എങ്കിൽ പിലാത്തോസിന്റെ അടുക്കിലേക്കൊന്നും ചുമ്മാ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് യോഹന്നാനും പത്രോസും ചെന്നാൽ അത് നടക്കില്ല. എന്നാൽ ഒരു അരിമത്യക്കാരനായ യോസഫ് അവൻ എന്ന് പറയുന്ന ആ മന്ത്രിയെ കൊണ്ട് അവൻ ഒരുപാടുണ്ട്, ബന്ധങ്ങളുണ്ട്. ആ വ്യക്തി പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന കാര്യങ്ങൾക്ക് നീക്കപ്പോക്കുണ്ട്. അങ്ങനെ രഹസ്യമായി പരസ്യമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി രഹസ്യമായി ദൈവം പണിതുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അരിമത്യക്കാരനായ യോസഫ് എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. ഇത് നമ്മളെ ഓർക്കാം. നമ്മളിത് പരസ്യമായിട്ടൊന്നും ആരും അറിയില്ല. ആ ലോക്കലിലുള്ളവരും ആ സെന്ററിലുള്ളവരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നാളെ നമ്മളൊക്കെ ഒരുപക്ഷെ അറിയപ്പെടാതിരിക്കാം. ആമേൻ, സ്തോത്രം. എന്തുവായാലും കഴിഞ്ഞ വിജയസാർ പറഞ്ഞതുപോലെ വിജയസാർ പറഞ്ഞു എന്നെ ആരും അറിയില്ല, പക്ഷെ എന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മീറ്റിങ്ങിനൊക്കെ പ്രസംഗിക്കാനും വലിയ യോഗത്തിലേക്ക് പ്രസംഗിക്കാനും വലിയ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കാനൊന്നും അല്ല ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. എന്നെ ദൈവം കണ്ടിരിക്കുന്നത് 4 പേരെ ക്ലാസ് എടുക്കാനാണ്. എന്ന് പറഞ്ഞപ്പോൾ നമ്മളിൽ ആ 4 പേർക്ക് ക്ലാസ് എടുക്കണം, ഇതിന് കുറച്ച് ആളുകളെ ഉള്ളല്ലോ എന്ന് ഓർത്ത് വേണമെങ്കിൽ സാർ ഒഴിവായി പോകാം. പക്ഷെ സാറിന് അറിയാം എന്നെ ഏൽപ്പിച്ച് 4 പേർക്ക് 10 പേർക്ക് ക്ലാസ് എടുക്കാനാണ്. അതിന് സാറ് മാനസികമായിട്ട് ഒരുക്കമാണ്, പ്രശ്നമില്ല, മാനസികമായി തയ്യാറാണ്. അപ്പൊ ഒരാൾ ജോസവാസിന്റെ ശുശ്രൂഷയല്ല എന്റേത്, എന്റെ അല്ല, രാകേഷ് വാസത്ത് വ്യത്യസ്തമാണ്. സ്തോത്രം. നമ്മെ ഏൽപ്പിച്ച ഓരോ ശുശ്രൂഷ വ്യത്യസ്തമാണ്. അവൻ ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ സ്തോത്രം അണിയറയിൽ ഒരു യോസഫിനെ ഒരുക്കിയതുപോലെ വരുന്ന ആളുകളിൽ നമ്മെ ഒരുപക്ഷെ ആരും അറിയില്ലായിരിക്കാം. പക്ഷെ വരുന്ന ആളുകളിൽ ദൈവം നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ രഹസ്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് കാണുന്ന പ്രസംഗങ്ങളെയൊക്കെ നമ്മൾ നോക്കും. 10 വർഷം മുമ്പ് ഇവർ എവിടെയായിരുന്നു അല്ലെ? ഇന്ന് കാണുന്ന യൗവനക്കാരായ പ്രസംഗികര്, നല്ല നല്ല ദേവദാസന്മാര്, ഒരു 10 വർഷം മുമ്പിൽ, ഒരു 5 വർഷം മുമ്പിൽ ഇവരെവിടെയായിരുന്നു? ആ കാലഘട്ടങ്ങളിൽ നമ്മളറിയില്ല. എന്നാൽ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം നാളുകളിൽ നമ്മയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. നമ്മളിനി വലിയ ആകാതിരിക്കാം. ചെയ്തെടുക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആമേൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആമേൻ. സുവിശേഷം 20 നമ്മൾ വായിച്ച വചനത്തിൽ യോസഫിനെ കുറിച്ച് കണ്ടു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ യോസഫിനെ കുറിച്ച് പറയുന്നത് ശ്രേഷ്ഠ മന്ത്രി,
ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്നാണ്. ലൂക്കോസ് 23:50 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും, കാരണം ഓരോരുത്തരും നമ്മളെ കുറിച്ച് ലോകം സമൂഹം പറയണം, നമ്മളെ കുറിച്ച് നമ്മളല്ല അഭിപ്രായം പറയേണ്ടത്. ലൂക്കോസൊക്കെ സൂക്ഷ്മമായി ഓരോരുത്തരെ വീക്ഷിച്ചിട്ടാണ് മറ്റേ വചനത്തിലൊക്കെ എഴുതി ചേർത്തിരിക്കുന്നത്. മറ്റാരും പറയാതെ ലൂക്കോസ് പറയുകയാണ്, അരിമത്യ എന്ന് പറയുന്ന ഒരു യഹൂദ പട്ടണക്കാരനായ നല്ലവൻ സ്തോത്രം. അപ്പൊ ഈ മുമ്പോട്ട് വന്ന മത്തായി സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ എന്ന് പറയുമ്പോൾ ലൂക്കോസ് പറയുന്നത് നല്ലവൻ എന്നാണ്. പിന്നും പറയുന്നത് നീതിമാൻ, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നതിനുമായ യോസഫ് എന്നൊരു മന്ത്രിക്ക് നമ്മെ നോക്കിയിട്ട് നമ്മെ നോക്കി പറയട്ടെ, സ്തോത്രം, ഒരു നല്ല മനുഷ്യനാണ്, നല്ല ശുശ്രൂഷകനാണ്. നേരെ തിരിച്ചു പറയുന്ന ആളുകളുണ്ട്, അപവാദങ്ങൾ പറയട്ടെ, നമ്മളെ കുറിച്ച് ഇല്ലാത്തതുകൾ പറയട്ടെ. അറിയുന്ന ദൈവമുണ്ടല്ലോ, നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്ന് പറയുന്ന മന്ത്രി. സ്തോത്രം. യോഹന്നാൻ സുവിശേഷത്തിൽ 19:38 യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യക്കാരനായ യോസഫ്. ഇങ്ങനെയാണ് ഈ വചനത്തിലൊക്കെ നമുക്ക് യോസഫിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. വേറെ കാര്യമാണ്, പിലാത്തോസിന്റെ അടുക്കിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ പിലാത്തോസിന്റെ അടുക്കിലേക്കൊക്കെ ഒരു സാധാരണക്കാരൻ ഒരിക്കലും വരാനുള്ള ആംബിയറില്ല, ധൈര്യം. സ്തോത്രം. ശിഷ്യന്മാര് കാര്യമൊക്കെ ശരിയാണെങ്കിൽ നല്ല പേടിയുള്ളവരാണ്, പേടി, ന്യായമായ പേടിയുണ്ട്. നമ്മുടെ വലിയ ധൈര്യശാലികളൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാൻ ഭയവും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടെങ്കിലും ദൈവം നമ്മൾ നിർത്തുകയാണ്. മർക്കോസ് 15:43 കാണുന്നത് ആ വചനം വായിക്കാം. മർക്കോസ് 15:43 വായിക്കാം. ഞാൻ വായിക്കാം. ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ അരിമത്യയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. ഈ വചനത്തിൽ കാണുകയാണ്, മർക്കോസ് പറയുകയാണ്, മർക്കോസ് ഈ കാഴ്ചകൾ കണ്ടിട്ട് മർക്കോസ് പറയുകയാണ്, ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ വന്നു എഴുതരുത്. അപ്പൊ മർക്കോസിനറിയാം, സാധാരണ ഒരുത്തിന് എന്തിനേറെ പറയുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളെ വിളിച്ചാൽ നമ്മൾ ആദ്യം കിട്ടുന്നു. 1-2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ കേസുണ്ട്, പോലീസിനെ വിളിക്കും, ആദ്യം ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അവനെ കൊണ്ടുപോയി, പിന്നെ പരാതിക്കാരനേക്കാൾ പോലീസുകാരന് ഇഷ്ടം പ്രതിയായി വന്നവനാ. കാരണം ഇവൻ 2ാം വട്ടം ചെല്ലുമ്പോൾ പിന്നെ ഇവനുമായിട്ട് പരിചയിക്കില്ല. അവനോട് പോലീസുകാരൻ പറഞ്ഞു, നീ നാളെ നിന്റെ കുറച്ച് കുരുമുളക് കൊണ്ടുവരാം. പരാതിക്കാരൻ അവിടെ നോക്കിയിരിക്കുക, ഇപ്പൊ 2 ഇടി കൊടുക്കും, 2 തെറി പറയുന്ന ഓർത്തിരിക്കുമ്പോ പ്രതിയോട് പോലീസ് പറയാണ്, നിന്റെ പ്രശ്നമൊക്കെ ഞാൻ പരിഹരിച്ചു തരാം, ഇവനെന്താ പ്രശ്നം? അപ്പം വേണ്ടപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്ന കാര്യം പ്രശ്നങ്ങളൊക്കെയാണ് ഇവരെ കൊണ്ട്. അപ്പൊ പോലീസ് കണ്ണടച്ച് കാണിച്ചു പറയാണ്, നീ നാളെ വരുമ്പോ കുറച്ച് കുരുമുളക് കൊണ്ടുവരാൻ. അത്രേ ഉള്ളൂ. സ്തോത്രം. 1 പ്രാവശ്യം പോയി കഴിയും, 2 പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പേടിയില്ലാണ്ടാവും. പോലീസ് സ്റ്റേഷൻ ആദ്യമായിട്ട് പോകുന്ന ഒറ്റ പോക്കേ നമുക്കത് പേടിയും. എന്നാൽ ഈ പീലാത്തോസിന്റെ അടുക്കിലൊക്കെ പോകണമെങ്കിൽ എല്ലാവർക്കും അറിയാം, കുറച്ച് ധൈര്യം ഒക്കെ വേണം. ശിഷ്യന്മാരെ കൊണ്ടൊന്നും അത് പറ്റിയെന്ന് ദൈവതമ്പതിന് അറിയാതിരിക്കാം. എന്നാൽ പിടുപാടുള്ള ഒരുത്തിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. നമുക്ക് വേണ്ടി ദൈവം ആരും അറിയാതെ നമുക്കൊക്കെ വേണ്ടി ആരൊക്കെയോ ദൈവം ഒരുക്കുന്നത് മക്കളെ. നമ്മുടെ മുമ്പോട്ട് നമുക്കൊരു കൈത്താങ്ങായിട്ട്, നമുക്കൊരു ആശ്വാസമായിട്ട്, നമുക്ക് വേണ്ടി നമ്മെ ഇതുവരെ ദൈവം നടത്തിയല്ലോ. സ്തോത്രം. ബൈബിൾ കോളേജ് പഠിച്ചു കഴിഞ്ഞപ്പോൾ TK ജോസഫ് ഞാൻ ഒരുമിച്ച് പഠിച്ചവരാണ്, എൻ്റെ സീനിയറാണ്. സ്തോത്രം. ബൈബിൾ കോളേജ് പഠിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഒരു പുതിയ പ്രവർത്തനമാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ചിന്തിച്ചതിനൊക്കെ നല്ല എനിക്കും ജോസഫും
ഒക്കെ ഈ അട്ടപ്പാടി സെന്ററിൽ ഞങ്ങൾക്കൊരു ഓപ്പണിംഗ് ഉണ്ടാകാനാണ് നല്ല നല്ല ചർച്ചകൾ കർത്താവിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, നമുക്ക് വേണ്ടി മുന്നമേ ദൈവമൊക്കെ ഒരുക്കുകയാണ്. നമ്മുടെയൊക്കെ ഈ ചെറുപ്പകാലം വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ അമ്മയെ സ്തോത്രം നമ്മളൊക്കെ ചോദിച്ചിൽ നിലച്ചതിന് അപ്പുറമായിട്ട് ദൈവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളൊപ്പം പഠിച്ചവരും വലിയ കേമന്മാരെന്ന് പറഞ്ഞവരും ഒക്കെ ഇന്ന് അതിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ന് നമ്മൾ വിശ്വസ്തയോടുകൂടി ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ദൈവം നമ്മളെ വ്യക്തമായിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ഞാൻ ആരാധന കഴിഞ്ഞ് അപ്പാടി സെന്ററിലുള്ള ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരി, അവരുടെ സഭയിൽ നിറച്ചു ആളുകളുണ്ട്. പാമ്പാടി സെന്ററിലാണ്. എന്നോട് ആ സഹോദരി ഇന്ന് പറയാണ്, അവിടെയൊക്കെ സഭയിലെ ദൈവദാസന്മാര് ധാരാളം ആളുകളുടെ സാമ്പത്തികമുണ്ട്, പക്ഷെ യാതൊരു സമാധാനവും കമ്മിറ്റിയും പ്രശ്നവും ഒക്കെ ആയിട്ട് യാതൊരു സമാധാനവും ഇല്ല. ചില നേരത്തെ ഓർക്കുമ്പോൾ അവരെ ഓർക്കുമ്പോൾ പാവം തോന്നുമെന്ന് ആ സഹോദരി പറയാനുണ്ടായാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം വിളിച്ചതുകൊണ്ട് അവരൊക്കെ കളിച്ചു നിൽക്കും. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മെ തേജോവധം ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് 100% നിരപരാധിയായിട്ടും മറ്റുള്ളവർ നമ്മെ നോക്കി ക്രൂശിക്കുമ്പോൾ ആ വേദന നമ്മുടെ മക്കളിലോ ഭാര്യയുടെ മുമ്പിലോ നമ്മളത് വിഴുങ്ങിയിറക്കുക. നമ്മളവരെ തല്ലാനും കൊല്ലാനും പിടിക്കാനും പോകാത്തത് നമ്മെ ആ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളതാണ്. ഇല്ല, നമ്മളത് 7 കൊണ്ട് തെറ്റി ദൈവം നമ്മൾ വിളിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് പട്ടിക്കാട് ഈ അവിടെയുള്ള സഭയിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞത്, ദേവദാസനോട് പറഞ്ഞു താൻ ഓടോ എന്ന് പറഞ്ഞു. ആലോചിച്ചേക്ക്, ആ ദേവദാസനുണ്ടാകുന്ന ഒരു മാനസികമാണ് വിഷമം. ലോകത്തിൽ ഏറ്റവും ആ പാടുള്ള ശുശ്രൂഷയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള അതിന്റെ ബോധ്യമുള്ളത് കൊണ്ടാണ്. സ്തോത്രം. നമ്മൾ പറഞ്ഞതാണ് ഒരു സ്തോത്രം. യോസഫിന് ദൈവം ആവശ്യമാകുന്ന ധൈര്യം കൊടുത്തു. യോസഫിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. യോസഫിനെ ആ മന്ത്രി തലത്തിലേക്ക് ദൈവം എത്തിച്ചു. മറ്റുള്ള ആ പിലാത്തോസിനെ പോലുള്ള ഗവർണർമാരും അതുപോലുള്ള ന്യായാധിപന്മാരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം മറുവശത്ത് പിലാത്തോസിന് ദൈവം എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഒരു സുപ്രഭാതം കൊണ്ടാണോ? അല്ല, യേശു ക്രൂശിൽ മരിക്കുന്നതിനേക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് യോസഫിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദാവീദിന്റെ കാര്യം പറഞ്ഞതുപോലെ ദാവീദിനൊക്കെ നമ്മൾ കാണുന്നെങ്കിലും അതിനേക്ക് എത്രയോ കാലം മുമ്പ് കാട്ടിനുള്ളിൽ ദാവീദിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഈ ചെറിയ ചെറിയ സഭയിലൊക്കെ ഇരിക്കുമ്പോൾ നാളെ ദൈവവും നമ്മളെ ആണെങ്കിലും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വെല്ലുവിളികൾ നമ്മളെ നോക്കി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ വിസ്മരിക്കാം. ധൈര്യത്തോടെ പിലാത്തോസ് മുമ്പോട്ട് വന്നു. വേറൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. യോസേഫ് തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കല്ലറ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഇതുവരെയോ ആരെയും അടക്കം ചെയ്തിട്ടില്ലാത്ത യോസഫിന്റെ കല്ലറ വിട്ടുകൊടുക്കുകയാണ്. ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. നിരപരാധിയായ ഒരാൾക്കല്ല ഈ കല്ലറ വിട്ടുകൊടുക്കുന്നത്. ലോകം കുറ്റവാളി എന്ന് മുദ്ര കുത്തിയ ഒരുവന് വേണ്ടി സ്വന്തം കല്ലറ, ഇന്നുവരെ ആരെയും അടക്കം ചെയ്തിട്ടില്ലാത്ത കല്ലറ വിട്ടുകൊടുക്കാൻ ഒരുവൻ തയ്യാറായെങ്കിൽ അവന്റെ പേരാണ് അരിമത്യക്കാരനായ യോസേഫ്. ലോകം നാളെ നോക്കിയിട്ട് പറയും, എത്രയോ നല്ലവരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അവർക്കൊന്നും നീ ഈ കല്ലറ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീതിമാനെന്നും നല്ലവനെന്നും മുദ്രകുത്തിയ പല ആളുകളും ഇവിടെ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നാളുകളിൽ അങ്ങനെയുണ്ട്. പക്ഷേ അവർക്കാർക്കും വിട്ടുകൊടുക്കാതെ ലോകത്തിന്റെ മുമ്പിൽ നീതിനെന്നും കുറ്റവാളിയെന്നും മുദ്രകുത്തിയ ഒരുവന്റെ ഭൗതിക ശരീരം അടക്കാൻ ഹല്ലേലൂയ തന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ പല നിലയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം, കളിയാക്കലുകൾ ഉണ്ടാകാം, പല നിലകളിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷെ അതൊന്നും വകവെക്കാതെ
സ്തോത്രം തന്റെ കല്ലറ കർത്താവിനെ അടക്കാൻ വിട്ടുകൊടുത്തെങ്കിൽ അരിമത്യക്കാരനെ യോസഫിന് അറിയാം ഇതിന്റെ പേരിൽ എന്തെല്ലാം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ശരി അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് തനിക്കുള്ള ഒന്നിനെ കർത്താവിന്റെ ശരീരം അടക്കം ചെയ്യാൻ വിട്ടുകൊടുത്ത അരിമത്യക്കാരനായ യോസഫിനെ 4 സുവിശേഷകരെ രേഖപ്പെടുത്താതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവനൊരു നല്ലവനാണ്, നീതിമാനാണ്. അതുകൊണ്ട് അരിമത്യക്കാരനായ യോസഫിനെ ഇന്നും നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഒത്തിരി ഒന്നും അരിമത്യക്കാരൻ യോസഫിനെ കുറിച്ച് കാണുന്നില്ലെങ്കിലും എന്തിനൊത്തിരി വേണം, ഉള്ളത് ഏറ്റവും നിർണായക ഘട്ടത്തിൽ വിട്ടുകൊടുക്കാൻ ഒരുവൻ തയ്യാറായെങ്കിൽ അവന്റെ പേരാണ് അരിമത്യക്കാരനായ യോസഫ്. ഹല്ലേലൂയ. സ്തെഫാനോസ് ഒത്തിരി കാലം ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്തിനധികം കാലം ജീവിച്ചിരിക്കണം? ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു നീണ്ട കാലത്തെ ശുശ്രൂഷകൾ ചെയ്തെടുക്കാൻ ഹല്ലേലൂയ സ്തെഫാനോസിന് കഴിഞ്ഞെങ്കിൽ ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് മുമ്പിൽ ഒരു വലിയ കാലഘട്ടം ഒന്ന് നമുക്ക് ലഭിച്ചില്ലെങ്കിലും ലഭിച്ച ദിവസം കൊണ്ട് ചിലതിനെ ചെയ്തെടുക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ കാര്യം ഓർക്കാം, ആളുകൾ വിമർശിക്കാം, പല നിലയിൽ പറയാം. പക്ഷെ യോസഫ് ഒന്നും ആഗ്രഹിച്ചില്ല. കാരണം ഒരുപാട് പ്രസക്തി കിട്ടിയവരൊക്കെ അധികം പേരെ കാണുന്നില്ലെങ്കിലും പരിമള തൈലം പൂശിയ സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്കൊരു പ്രസക്തി ഒക്കെ കിട്ടുവാനായി തീവണ്ടാലത്തിൽ 2 കാലത്തിട്ട വിധവയ്ക്കും ഒരു പ്രശംസ കിട്ടുവാനായി തീർന്നു. മാത്രം പരിമള തൈലം പൂശിയ സ്ത്രീക്കും ഒരു പ്രശംസ കിട്ടാനായി തീർന്നു. കാരണം യേശു ജീവിച്ചിരിക്കുന്ന ഒരു സമയത്താണ്, യേശുവിന്റെ ഐക്യകാലത്താണ് യേശുവിന് ആ പ്രശംസ കിട്ടിയത്. എന്നാൽ അരിമത്യക്കാരന്റെ യോസഫിനെ നോക്കിയിട്ട് ഒരു പ്രശംസ വാക്ക് പറയാൻ യേശുവിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ശിഷ്യന്മാരില്ല. ഇനി ആ യേശുവിന്റെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാനാണ് ചെയ്യുന്നതെങ്കിൽ യേശു ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു പ്രസക്തിക്കോ പേരിനോ വേണ്ടിയിട്ടല്ല ഈ കല്ലറ വിട്ടുകൊടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. പരിമള തൈലം പൂശ സ്ത്രീക്കും ഭണ്ഡാരത്തിൽ 2 കാലത്തെ വിധവയ്ക്കും പ്രശംസ കിട്ടിയിട്ടുണ്ടാകാം. സ്തോത്രം. എന്നാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രശംസ വാക്ക് പറയാൻ, ഒരു സ്വാന്തനം, ഒരു ആശ്വാസ വാക്ക് പറയാൻ ശിഷ്യന്മാരെടുത്തില്ല. സ്തോത്രം. യേശുവിന്റെ വായിൽ നിന്ന് ചിലത് കേൾക്കാനാണെങ്കിൽ യേശു ജീവിച്ചിരിപ്പില്ല. ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊന്നും ആരെയും ബോധിപ്പിക്കാനല്ല. ഹല്ലേലൂയ. അരിമത്യക്കാരനായ യോസഫ് യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി ഒരു രംഗത്തേക്ക് വരാതിരുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പദ്ധതി അരിമത്യക്കാരനായ യോസഫിലൂടെ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപകരിക്കുന്നു. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് താൻ ധനവാൻ, താൻ യേശുവിന്റെ അതിൽ പിതാവ് എടുക്കൽ തന്ന യേശുവിന്റെ ഭൗതിക ശരീരം വാങ്ങാൻ സ്തോത്രം അടുക്കൽ വന്നു. വചനമാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് പിലാത്തോസിന് ധൈര്യമുണ്ടായിരുന്നു. ആരും സന്ധ്യയായപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കിടെ ശബത്ത് ആരംഭിക്കുകയാണ്. നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ? ആരും വരാൻ തയ്യാറാതിരിക്കുമ്പോ പിലാത്തോസിന്റെ അടുത്ത് പോയി പെർമിഷൻ വേണ്ടി ഒരുവരിതാ കയറി വരുന്നു. ശിഷ്യൻ പന്തിരുവരല്ല, ഏറ്റവും അടുത്ത ശിഷ്യന്മാരല്ല, അരിമത്യക്കാരൻ യോസഫിനെ ദൈവം രംഗത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, തനിക്ക് വേണ്ടിയുള്ള കല്ലറ സ്തോത്രം താൻ പാറയിൽ വെട്ടിവെച്ചിരിക്കുന്ന തന്റെ പുതിയ കല്ലറയിൽ ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ ശരീരം വെച്ചെങ്കിൽ സ്തോത്രം യോസഫിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടൊരു കാര്യം നമുക്ക് വിശ്വസിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ ദൈവിക പദ്ധതി നമ്മളിലൂടെ ചെയ്യാൻ നാം പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ചിന്ത ഇന്ന് സന്ധ്യാസമയം കർത്താദാസൻ നിമിത്തം കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താദാസൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കർത്താവ് പൂർണ്ണമായ ശാരീരമായ എല്ലാ സൗഖ്യം, ആശ്വാസം നൽകട്ടെ. കേൾക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ പാസ്റ്ററെ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന എന്ന സന്ധ്യാസമയം കർത്തദാസൻ നിമിത്തം പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചു ഓർത്തൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അത് സന്ധ്യാസമയമായപ്പോൾ സ്തോത്രം, തക്ക സമയത്ത് ഹല്ലേലൂയ കർത്താവ് സകലം ഒരുക്കുന്ന ദൈവം, അത് തൻ്റെ പുത്രൻ്റെ സ്തോത്രം ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസെഫിൻ്റെ കല്ലറയിൽ വെക്കുവാൻ ദൈവം അത് പദ്ധതി ഇട്ടത്, അത് തക്ക സമയത്ത് തന്നെ ആ മനുഷ്യനെ കർത്താവ് വെളിപ്പെടുത്തി. നമ്മൾ കേൾപ്പിച്ച് കേട്ട പോലെ അത് ധനവാനായ യോസെഫ്, നീതിമാനായ യോസെഫ്, നല്ലൊരു മനുഷ്യനായ യോസെഫ് താൻ ധൈര്യത്തോടെയാണ് പീലാത്തോസ് അടുക്കൽ ചെന്നത്. അത് ആ ധൈര്യം തനിക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിലെ തൻ്റെ നല്ല സ്വഭാവങ്ങളും ആ പഠനങ്ങൾ നിമിത്തമാകുന്നു എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. പാസ്റ്റർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിന്ത എനിക്ക് വന്നത്, അത് മറ്റുള്ള യേശുവിൻ്റെ ശിഷ്യനായിരുന്നു എന്നും കൂടി നമ്മൾ വായിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ള ശിഷ്യന്മാരെ പോലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാത്തൊരു ശിഷ്യനായിരുന്നു ഈ ഒരു ശിഷ്യൻ. തന്നെ കർത്താവ് ദൈവം വേർതിരിച്ചത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആകുന്നു. മറ്റുള്ളവർ അത്ഭുതവും അടയാളങ്ങളും വീര്യപ്രവർത്തികളൊക്കെ അവർ ചെയ്തപ്പോൾ ഈ ശിഷ്യനെ ദൈവം വെച്ചത് അത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആകുന്നു. നീചമായൊരു കാര്യമാണ്. അത് കർത്തദാസൻ ഓർപ്പിച്ച പോലെ തനിക്ക് വേണ്ടി താൻ വെച്ച ആ കല്ലറ, ആരും അടുക്കാത്ത ഒരു കല്ലറയിൽ, അതേ പുതുതായി പണിത കല്ലറ, താൻ അതിൻ്റെതായ ഹീനമായ വിഷയങ്ങളുണ്ടായിട്ടും അത് വകവെക്കാതെ ധൈര്യത്തോടെ യേശുക്രിസ്തുവിൻ്റെ ശരീരം പീലാത്തോസ് അടുക്കൽ പോയി ചോദിപ്പാനും താൻ പ്രമാണിയായോണ്ടും ധനവാനായോണ്ടും തനിക്കത് സാധിച്ചു. ദൈവം അതിനുവേണ്ടി തന്നെ ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതായത് കർത്തദാസൻ 3-4 തവണ പറഞ്ഞൊരു കാര്യമാണ്, നാം ചിന്തിക്കാത്ത മനുഷ്യരാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അതേ സ്വതല നമുക്ക് വേണ്ടി അതേ കരുതുന്ന ദൈവമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ അതേ ജീവിതത്തിൽ നിന്നും സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ നിന്നും ഒക്കെ ഹല്ലേലൂയ തൻ്റെ ദാസൻ ഓർപ്പിച്ച വിഷയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടിയല്ല, യേശുവിൻ്റെ മരണത്തിന് ശേഷമാണ് താൻ ഈ വലിയൊരു കാര്യം ചെയ്തത്. സ്തോത്രം. മരണത്തിൻ്റെ ശേഷമുള്ള കാര്യമാണെങ്കിലും അത് നീചമായോ ഹീനമായ പലരും ചിന്തിച്ചാലും അത് ദൈവസന്ധി വലിയ കാര്യം തന്നെ ആകുന്നു. അത് യേശുവിനെ തന്നെക്കുറിച്ച് നല്ലൊരു വാക്ക് പറയാനില്ല. എന്നാൽ 4 പുസ്തകത്തിലും തൻ്റെ പേര് എഴുതി വെച്ച്, തൻ്റെ ആ ക്രിയ, ചെറിയൊരു ക്രിയ എഴുതി വെച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ കർത്താവിനെ വിശ്വസിക്കായി സ്തോത്രം. മനുഷ്യരാരും നമ്മളെ കണ്ടില്ലെങ്കിലും, മനുഷ്യരാരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ്, ഒരു സർവ്വശക്തനായ ദൈവം ഉണ്ടല്ലോ, അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. അതാണ് കർത്താദാസൻ കേൾപ്പിച്ച പോലെ അത് നമ്മളെല്ലാം നാം ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആരുമില്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് മുമ്പേ സകലം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായ കർത്താദാസനെ അത് കുടുംബമായി അനുഗ്രഹിക്കട്ടെ, ദൈവസഭയെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അത് ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോസ് പാസ്റ്റർ ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാം. ജോസ് പാസ്റ്റർ ആശീർവാദം പറയണേ, ഇല്ലെങ്കിൽ സന്തോഷ് പാസ്റ്റർ ആശീർവാദം പറയണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ പിതാവാം ദൈവമേ, ഒരു സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന ഞങ്ങളുടെ ദാസ നിമിത്തമായി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അത് ധനവാനായ, സ്വനീതിമാനായ, നല്ലവനായ, അതേ ധൈര്യത്തോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം പീലാത്തോസിന് അടുക്കൽ അതേ പോയി ധൈര്യത്തോടെ ചോദിപ്പാൻ കർത്താവിന് ആത്മാ തന്നെ ധൈര്യപ്പെടുത്തിയല്ലോ. യേശുവിന് ശിഷ്യനായ മനുഷ്യനെ കർത്താവിൻ്റെ തക്ക സമയം വന്നപ്പോൾ തന്നെ ഉപയോഗിച്ച് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ കേൾപ്പിച്ച പോലെ ഞങ്ങൾ പലപ്പോഴും ക്ഷീണിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയായിത്തീരും, ഞങ്ങൾ ആകുല ചിന്തപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് അത് ജീവിതങ്ങൾ ഒരുക്കുന്ന അങ്ങയുടെ മഹാപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സഭയുടെ താവേ സ്വതം ശുശ്രൂഷയുടെ ബന്ധത്തിലൊക്കെ അത് അനുഭവിക്കാൻ കർത്താവ് സഹായിക്കുകയായി സ്തുതിക്കുന്നു. വനം സംസാരിപ്പാണ് ദാസനെ ബലപ്പെടുത്തിനായി സ്തോത്രം. പൂർണ്ണമായ അതാവിശാലിയുമായ സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ. കുടുംബത്തിനായി സ്തോത്രം, ദാസിക്കായി സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കായി സ്തുതിക്കുന്നു. ആ സഭ താവേ ആ സ്തോത്രം ഹല്ലേലൂയ അതേ ആ ദേശത്ത് അങ്ങനെ നാമത്തെ ഉയർത്തുവാൻ അനേകർക്ക് ആശ്വാസമായി വിടുതലായി തീരുവാൻ കർത്താവ് ഈ നാളുകളിൽ സഹായിക്കണമേ എന്ന് അങ്ങയോട്
പ്രാർത്ഥിക്കുന്നു. ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ജോയിൻ ചെയ്ത എല്ലാ ദേവദാസന്മാർക്കായി സ്തുതിക്കുന്നു. എല്ലാവരെയും കുടുംബങ്ങളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും കർത്താവിനാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായി നിൽപ്പാനും കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച ദൈവ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്ന സകല വിഷയങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന് താമസിച്ചാൽ വ്യാഴാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിൽ ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം, പ്രാർത്ഥനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 സ്തോത്രം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധയാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും പ്രതിയാൽ ദൈവജന ശുശ്രൂഷ അതിന്റെ ദാസനോടും കുടുംബത്തോടും ശുശ്രൂഷയോടും ഇന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് യേശു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദി പാസ്റ്റർ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സനോജ് പാസ്റ്ററിനോട് നന്ദി അറിയിക്കുന്നു. ഒരു സന്ധ്യാസമയം നമുക്ക് കൂടാൻ കർത്താവ് സാവകാശം ഒരുക്കിയല്ലോ. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവ് കൃപ ചൊല്ലട്ടെ. പ്രൈസ് ദി ലോർഡ്. മരാനാഥ.